പുതുവത്സരാശംസകൾ. 2008 ഓർമ്മയായി കഴിഞ്ഞു. 2009 പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങൾ നടന്നില്ല എന്ന് നെടുവീർപ്പിടുന്ന ധാരാളം പേര്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായി ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞുവെന്ന് സന്തോഷിക്കുന്നവരും. അനേകരുടെ ജീവിതത്തിൻ്റെ പുതുവർഷത്തിലെടുക്കുന്ന തീരുമാനം പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ പരാജയത്തെക്കുറിച്ച് ആദ്യമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ജനുവരി മാസത്തിന് ആ പേര് വരുവാൻ്റെ കാരണം ജാനസ് എന്ന് പറയുന്നതായ റോമൻ ദേവനിൽ നിന്നാണ് ആ പേര് വരുവാൻ്റെ ഇടയാത്തത്. ജാനസിന് രണ്ട് മുഖമാണുള്ളത്. ഒന്ന് പുറകിലേക്കും ഒന്ന് മുമ്പിലേക്കും തിരിഞ്ഞിരിക്കുന്ന രണ്ട് മുഖം. അതിങ്ങനെയാണ്. മുൻവശവും കാണുവാൻ്റെ മുന്നിലേക്കും കാണുവാൻ്റെ കഴിയും, പുറകിലേക്കും കാണുവാൻ്റെ കഴിയും. എന്നാൽ അങ്ങനെയാണെങ്കിൽ 2008 നമ്മുടെ പരാജയങ്ങൾ ആദ്യം നമ്മൾ പരിശോധിക്കും. ബിസിനസ്സുകാരനായാലും ഇനി ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയായാലും എവിടെയുള്ള വ്യക്തിയായാലും ഒരു സംഘടനയായാലും അവർ ആദ്യം കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട പരാജയ കാരണങ്ങളെക്കുറിച്ച് അവർ പരിശോധിക്കാറുണ്ട്. ആ പരാജയ കാരണങ്ങളെ അവർ അക്കമിട്ട് നിരത്തിയതിന് ശേഷം അടുത്ത വർഷം അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ വളരെയധികം അധ്വാനം ചെയ്യുവാൻ്റെ കൊണ്ടുമുടിയായിത്തീരും. തീരുമാനം എടുക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? എന്തിനു വേണ്ടിയാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്? തീരുമാനമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന് നിയന്ത്രണം നൽകുന്നത് തീരുമാനമാണ്. തീരുമാനമില്ലാത്ത ജീവിതം ബ്രേക്കില്ലാത്ത വാഹനം പോലെയാണ്. എവിടെയെങ്കിലും പോയി ഇടിച്ച് ആ വാഹനം നിൽക്കും. തീരുമാനങ്ങളെ വിജയിപ്പിക്കുവാൻ കഴിയുന്ന പ്രായോഗികവും ലളിതവുമായ ചില നിർദ്ദേശങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രായോഗികമെന്ന് പറയുമ്പോൾ പ്രായോഗികമല്ലാത്ത അനേകം നിർദ്ദേശങ്ങൾ നമുക്കുണ്ട്. ഒന്നാമതായി ശരിയായ ഒരു തീരുമാനമെടുക്കുക. എന്താണ് ശരിയായ തീരുമാനമെടുക്കുക? തെറ്റായ തീരുമാനമെടുക്കാൻ കഴിയും. നമ്മുടെ തീരുമാനത്തിൻ്റെ ഉദ്ദേശം എപ്പോഴും ശരിയായിരിക്കും. ശരിയല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്. ഒരിക്കലും വീട്ടമ്മ തീരുമാനിച്ചു ഞാൻ ഈ വർഷം അടുക്കളയിൽ കയറുന്നില്ല. ആ ഒരു തീരുമാനം തീർച്ചയായും അവരുടെ കുടുംബത്തെ ബാധിക്കും. രണ്ടാമതായി റൈറ്റ് യുവർ ഡിസിഷൻ. നിങ്ങളുടെ തീരുമാനം എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആരും അറിഞ്ഞില്ലെങ്കിൽ അത് മുടക്കുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. എന്നാൽ നിങ്ങളുടെ തീരുമാനം മറ്റുള്ളവർ അറിയുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ അത് ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ എവിടെയെങ്കിലും നിങ്ങൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് വയ്ക്കാമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും കാണുമ്പോഴൊക്കെയും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും നിങ്ങളെടുത്ത തീരുമാനത്തെക്കുറിച്ച്. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ അവരിത് കാണുമ്പോൾ ഉടനെ ചോദിക്കാം, ഡാഡി എന്താ ചെയ്യാൻ, അല്ലെ മമ്മി എന്താ തീരുമാനം ചെയ്യാൻ എന്ന് ചോദിക്കാം. മൂന്നാമതായി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി അധ്വാനിക്കുക. ഒരു കൃഷിക്കാരൻ ഒരു കൃഷി ചെയ്യുവാൻ്റെ ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ ചില കാര്യങ്ങൾ ചെയ്യും. അതിനുവേണ്ടി നിലമൊരുക്കും. അതിനുവേണ്ടി നല്ല ഒരു സാഹചര്യം അദ്ദേഹം കാത്തിരിക്കും. അതിനുവേണ്ടി ഒരു സീസൺ അദ്ദേഹം പ്രതീക്ഷിക്കും. അതുമാത്രമല്ല, ഒരു വിത്ത് കൊണ്ട് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം തീരുന്നില്ല. തുടർന്ന് അദ്ദേഹം ആ വിത്ത് മുളച്ചു വരുന്നത് നോക്കി അതിന് വളവും വെള്ളവും ഇട്ടുകൊടുത്ത് ആവശ്യമായ പരിചരണം നൽകി അതിനെ പരിപാലിക്കുന്നത് പോലെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുകയല്ല, അതിനുവേണ്ടി ഒരു അധ്വാനം ചെയ്യുവാൻ്റെ കൊണ്ടുമുടിയായി തീരണം. ഉദാഹരണം, നിങ്ങൾ ഈ വർഷം ബൈബിൾ വായിക്കുവാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ 10 പേരുടെ സുവിശേഷം പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു മനുഷ്യനെ സഹായിക്കുവാൻ ഞാൻ ശ്രമിക്കും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ഒരിടത്ത് ഇരുന്നാൽ പറ്റുകയും അതിനുവേണ്ടി പ്രായോഗികമായി നീങ്ങണം. ആരെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സഹായം ലഭിക്കേണ്ടതായ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് ചെല്ലുവാനിടയായി തീരണം. ബൈബിൾ വായിക്കുവാൻ തീരുമാനിച്ച വ്യക്തി ബൈബിൾ വായിക്കണം. തീരുമാനം കൊണ്ട് മാത്രം കാര്യമായില്ല, അതിനുവേണ്ടിയുള്ള അധ്വാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമതായി, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് വിരുദ്ധമായ സാഹചര്യങ്ങളെ ഒഴിവാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ പുകവലി ഉപേക്ഷിക്കുന്ന തീരുമാനമെടുത്തു. എന്നാൽ അദ്ദേഹം നല്ല ഒരു തണുപ്പുള്ള ഒരു രാത്രിയിൽ ഏകാന്തനായിരിക്കുന്നു ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു ലൈറ്ററും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം എത്രമാത്രം വിജയിക്കും എന്ന് പറയുക സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ, തീരുമാനത്തിൻ്റെ പുരോഗതി രേഖപ്പെടുത്തുക. പുരോഗതി എന്ന് പറയുമ്പോൾ
എത്രത്തോളം എൻ്റെ തീരുമാനത്തിൽ ഞാൻ വിജയിച്ചു. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. നല്ലൊരു തീരുമാനമാണ്. അന്നേരം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, ഇടയ്ക്ക് ഒരു ദിവസം 1-2 ദിവസം മുടങ്ങിയെന്ന് കരുതുക. അന്നേരം നിങ്ങൾ പൊതുവായി ഇംഗ്ലീഷുകാരും മറ്റും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കലണ്ടർ ഉപയോഗിക്കുക. ഈ ഒരു കലണ്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ചെയ്തതായ വിജയിച്ച ദിവസം യെസ് എന്നോ പരാജയപ്പെട്ട ദിവസം നോ എന്നോ രേഖപ്പെടുത്തുക. അത് ഓരോ ദിവസം പരിശോധിക്കുക. ഒരു മാസം കഴിയുമ്പോൾ ഒരുപക്ഷെ 5-6 തവണ ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു, പൂർണ്ണമായ തീരുമാനത്തിൽ നിങ്ങൾ പോയി എന്ന് കരുതരുത്. എന്നാൽ അടുത്ത മാസം നിങ്ങളുടെ പ്രോഗ്രസ് പിന്നെയും പരിശോധിക്കുക, അതിനടുത്ത മാസം പിന്നെയും പരിശോധിക്കുക. അങ്ങനെ പ്രോഗ്രസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ്റെ ഗുണം കഴിയും എത്രത്തോളം ഞാൻ മുന്നോട്ട് പോയി എന്ന് കരുതും. എന്നാൽ ചില തീരുമാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ വിചാരിക്കും, ഈ വർഷം നമ്മുടെ തീരുമാനം കഴിഞ്ഞു, അതിൻ്റെ കഥ കഴിഞ്ഞു, അടുത്ത വർഷം നമുക്ക് പുതിയ തീരുമാനമെടുക്കാം. അങ്ങനെ തീരുമാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ തീരുമാനത്തിന് അവസാനം കുറിക്കുകയാണ്. എന്നാൽ ആ തീരുമാനത്തിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കി അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുവാൻ്റെ ഗുണം ശ്രമിക്കണം. 6ാമതായിട്ട് ഒരു തീരുമാനമെടുത്താൽ അതിലൊരു എക്സ്ട്രാ സ്റ്റെപ്പ് വയ്ക്കുവാൻ്റെ ഗുണം ശ്രമിക്കുക. എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സാധാരണ ബൈബിൾ വായിക്കുന്ന ഇങ്ങനെയാണ്. എൻ്റെ ബൈബിളിൻ്റെ 1021 പേജുകളുണ്ട്. 1021 പേജിനെ ഞാൻ 365 ദിവസം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തുമ്പോൾ ഏതാണ്ട് ആവറേജ് 3 കിട്ടും. അതായത് 3 പേജ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാം. എന്നാൽ ഞാൻ സാധാരണ വായിക്കുന്ന 4 പേജാണ് വായിക്കുന്നത്. കാരണം ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും അസൗകര്യം വന്ന് ഒരുപക്ഷെ വായിക്കാൻ പറ്റാതെ വന്നാൽ തീർച്ചയായും എനിക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ വായിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എനിക്ക് എടുക്കുവാൻ്റെ ഗുണം കഴിയണം. 7ാമതായി നമ്മുടെ തീരുമാനത്തിന് ഒരു നല്ല മാതൃകകളെ നമ്മൾ വയ്ക്കുവാൻ്റെ ഗുണം ശ്രമിക്കുക. ബൈബിളിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ തീരുമാനത്തിന് മുമ്പിൽ അചഞ്ചലരായി നിന്ന വ്യക്തികളുണ്ട്. ഇവരൊക്കെ നമ്മുടെ മാതൃകകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായം പരിശോധിക്കുമ്പോൾ വിശ്വാസവീരന്മാരുടെ വലിയ പട്ടികയുണ്ട്. ഈ പട്ടികയെല്ലാം എഴുതിന് ശേഷം 12-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലേഖനകർത്താവ് പറയുകയാണ്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് സ്ഥിരതയോടെ ഓടുക. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നമുക്ക് ചുറ്റും നിൽക്കുന്നതായ വലിയ സാക്ഷികളുടെ വലിയൊരു സമൂഹം. ആരാണ് ഈ സാക്ഷികളുടെ സമൂഹം? 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആൾക്കാരുൾപ്പെടെ ഉള്ളതായ, ജീവിതത്തിൽ ഓടി വിജയം നേടിയതായ, ജീവിതത്തിൽ അധ്വാനിച്ച് തീരുമാനത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്ന് വിജയം പ്രാപിച്ചവരുടെ ചരിത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പരാജയപ്പെട്ടവരുടെ ചരിത്രം അവിടെ എഴുതിയിട്ടില്ല. വിജയിച്ചവരുടെ ചരിത്രമാണ് എഴുതുന്നത്. ലോകം എഴുതുവാൻ ആഗ്രഹിക്കുന്ന ചരിത്രം വിജയികളുടെ ചരിത്രമാണ് എഴുതാൻ ആഗ്രഹിക്കുന്നത്. 8ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദൈവാശ്രയബോധം. ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനം കൈക്കൊള്ളുക. നമ്മുടെ തീരുമാനമെടുക്കുമ്പോൾ നമുക്കറിയാം, മാനുഷികമായ നിലയിൽ നമുക്ക് അതിന് പല പരിമിതികൾ. എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു? ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ചുരുങ്ങിയ ശക്തിയാണുള്ളത്, പരിമിതമായ അറിവാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ പരിമിതമായ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുവാനേ കഴിയുള്ളൂ. എന്നാൽ ദൈവം എന്ന് പറയുന്നത് സർവ്വശക്തനാണ്, സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്. ദൈവത്തിന് കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാൻ്റെ ഗുണം കഴിയും. അങ്ങനെ ദൈവത്തോടൊപ്പം ചേർന്ന് ഒരു യാത്ര ചെയ്യുവാൻ്റെ ഗുണം ആഗ്രഹിക്കുന്നുവെങ്കിൽ പതിയിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകൾ നമുക്ക് തരുവാൻ്റെ ഗുണം ദൈവത്തിന് കഴിയും. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം.